friends, welcome to my channel. അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക് ആണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ബൈ പ്രൊഫഷൻ ഒരു ഹെൽത്ത് കെയർ പേഴ്സണൽ ആണ്, നഴ്സിംഗ് സ്റ്റാഫ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ എനിക്കൊരു എന്താ ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം ഇന്ന് നമ്മുടെ വേൾഡ് വൈഡ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാൻഡമിക് ഇൻഫെക്ഷനെ കുറിച്ചാണ് ഞാനിന്ന് ക്ലാസ്സിൽ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വേറെ ഒന്നുമല്ല, COVID-19 കൊറോണ വൈറൽ ഡിസീസ്. അപ്പോൾ കൊറോണ വൈറൽ ഡിസീസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. COVID-19 ഇതാണ് നമ്മുടെ രോഗത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ്റെ പേര്. പക്ഷേ അത് ഉണ്ടാക്കുന്ന വൈറസിനെയാണ് നമ്മൾ കൊറോണ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലോകത്ത് ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടത് ഡിസംബർ 30 ചൈനയിലാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം കുറേ പേരിൽ ന്യൂമോണിയൊക്കെ വന്ന് അങ്ങനെ ഇതെന്ത് ഇൻഫെക്ഷനാണ് എന്ന് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതൊരു ഒരു വൈറസാണ്, വൈറൽ ഡിസീസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. അത് ജനുവരി 30, 2020 അപ്പോൾ ആദ്യമായിട്ട് ഈ ഡിസീസ് കണ്ടുപിടിച്ചത് 2019 അതുകൊണ്ടാണ് COVID-19 എന്ന പേര് ഇതിന് കൊടുത്തിരിക്കുന്നത്, അതായത് COVID-2019 എന്നുള്ള മീനിങ്. പിന്നെ ഈ ഒരു ഇൻഫെക്ഷൻ മെയിനായിട്ട് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ഇതൊരു ശ്വാസകോശ രോഗമാണ്. അപ്പോൾ ഇത് കൊറോണ വൈറസ് കാരണം ഉണ്ടാകുന്ന ഒരു ശ്വാസകോശ സംബന്ധമായ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് COVID-19. ഇപ്പോൾ COVID-19 ടോട്ടൽ കേസ് എടുക്കുമ്പോൾ ലോകത്ത് 3ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അതായത് ഫസ്റ്റ് പൊസിഷനിൽ ഇപ്പോൾ നിൽക്കുന്നത് US തന്നെയാണ്. US, ബ്രസീൽ, അത് കഴിഞ്ഞ് 3ാം സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. അതായത് അത്രത്തോളം വലിയൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കേരളവും. ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് മോർ ദാൻ 200 കേസസ് ഇപ്പോൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം കംപ്ലീറ്റ് ലോക്ക്ഡൗൺ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ COVID-19 എന്നതിനെക്കുറിച്ച് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന മിഷൻ ഓഫ് COVID-19 ആണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു രോഗി, കോവിഡ് പോസിറ്റീവായിട്ടുള്ള ഒരു രോഗി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ആളുമായിട്ട് നമ്മളറിയുന്നില്ല ഈ ആൾ COVID-19 ഇൻഫെക്റ്റഡ് ആണ്. അപ്പോൾ അയാളുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ഡയറക്റ്റ് കോണ്ടാക്ട്സ്, അതായത് ഡയറക്റ്റ് അയാളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എസ്പെഷ്യലി വിത്തിൻ 1 മീറ്റർ ഡിസ്റ്റൻസിന് അകത്ത്, 1 മീറ്ററിനുള്ളിൽ നമ്മൾ അയാളുമായിട്ടൊരു പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്ട്, അതായത് ഒരു ഡയറക്റ്റ് അയാളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു സംസാരം വരുമ്പോൾ ചിലപ്പോൾ അയാളിൽ നിന്ന് ഡ്രോപ്ലെറ്റ്സ്, അതായത് അയാളുടെ മൂക്കിൽ നിന്നോ അയാളുടെ വായിൽ നിന്നോ എന്തെങ്കിലും സ്രവങ്ങൾ നമ്മുടെ വായിലേക്ക് മൂക്കിലേക്ക് കയറാനുള്ള സാധ്യതകളുണ്ട്. അതാണ് ഒരു രീതിയിൽ അങ്ങനെ വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് കയറാം. പിന്നെ അല്ലാതെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിത്തിൻ 1 മീറ്റർ അല്ലെങ്കിൽ 3 ഫീറ്റ് ഉള്ളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ സംസാരിക്കുന്ന ടൈമിൽ അയാൾ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോഴും ഈ വൈറസ് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും ഈ വൈറസ് ഡയറക്റ്റ് നമ്മുടെ മൂക്കിലേക്കോ വായിലേക്കോ കയറും. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതായത് വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരെണ്ണം എന്ന് പറയുന്നത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് എന്ന് പറയാം. മറ്റത് ഡയറക്റ്റ് മെത്തേഡാണ്. ഇനി ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഫോമൈറ്റ് വേ ഓഫ് ട്രാൻസ്മിഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ പറഞ്ഞ ആൾ സംസാരിച്ചു, അല്ലെങ്കിൽ അയാൾ തുമ്മി, അല്ലെങ്കിൽ അയാൾ ചുമച്ചു. ഈ ഒരു ടൈമിൽ അയാളുടെ സ്രവം, ആ ഒരു ശ്വാസകോശത്തിൽ നിന്ന് അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ വന്ന സ്രവം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പേനയാകാം, പെൻസിലാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ഫോണാകാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തിലാകാം, എവിടെയെങ്കിലും ആ സ്രവം വീണു എന്നിരിക്കുക. അപ്പോൾ ആ സ്രവത്തിൽ ഈ വൈറസ് ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. ആ വൈറസ് എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് പോകാം? നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൈ അറിയാതെ ഈ ഡ്രസ്സിലേക്ക് പോകാം, ചിലപ്പോൾ ഫോൺ എടുത്തെന്നിരിക്കാം, പെൻ യൂസ് ചെയ്തെന്നിരിക്കാം. ആ ടൈമിൽ ഈ വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അറിയുന്നില്ല. ചിലപ്പോൾ അത് എങ്ങനെ കിടക്കാം? അത് നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ക്ലോത്തിൽ തുണിയിൽ പിടിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ടച്ച് ചെയ്തിട്ട് ആ ഹാൻഡ് കൊണ്ട് നമ്മൾ ഡയറക്റ്റ്
മൂക്കിൽ പിടിക്കുക, വായിൽ പിടിക്കുക, അല്ലെങ്കിൽ കണ്ണിൽ ടച്ച് ചെയ്യുക. ഈ 3 വഴിയിലൂടെ ഈ വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇങ്ങനെ 2 മെത്തേഡ്. അതിൽ ഈ സെക്കൻഡ് മെത്തേഡ് കുറച്ചാണ്, എന്നാൽ കൂടുതലും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സർഫസിലൂടെ, അത് എന്തും ആകാം, പേനയാകാം, പേപ്പറാകാം, നമ്മുടെ തുണിയാകാം, അല്ലെങ്കിൽ എന്ത് വേണോ ആകാം, അങ്ങനെ ഏതൊരു ഒബ്ജക്റ്റിലും ഈ വൈറസ് വന്ന് വീഴാനും അങ്ങനെ പക്ഷേ അതെന്ന് പറയുന്നത് അയാളുടെ സ്രവം, ശ്വാസകോശത്തിൽ നിന്ന് അല്ലെങ്കിൽ വായിൽ നിന്നോ മൂക്കിൽ നിന്നോ ഉണ്ടായ ആ സ്രവത്തിലായിരിക്കും ഈ വൈറസ് ഉണ്ടായിരിക്കുന്നത്. ആ സ്രവം ഉള്ള ഏതെങ്കിലും സർഫസ് നമ്മൾ ടച്ച് ചെയ്യുകയും ആ ടച്ച് ചെയ്ത ഹാൻഡ് കൊണ്ട് നമ്മൾ നമ്മുടെ വായിലേക്കോ മൂക്കിലേക്കോ കണ്ണിലേക്കോ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ ട്രാൻസ്മിഷനിൽ തന്നെ പറയേണ്ട വേറൊരു കാര്യമാണ് പ്രൈമറി കോണ്ടാക്ട് എന്താണ്, സെക്കൻഡറി കോണ്ടാക്ട് എന്താണ്. പ്രൈമറി കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ എന്നോട് സംസാരിക്കുന്നു, ഞാൻ അറിയുന്നില്ല അയാൾ പോസിറ്റീവ് ആണെന്ന്. അപ്പം ഞാൻ വിത്തിൻ 1 മീറ്റർ ഉള്ളിൽ നിന്ന് അയാളോട് ക്ലോസ് ആയിട്ട് സംസാരിക്കുമ്പോൾ അയാളിൽ നിന്ന് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ എൻ്റെ ഉള്ളിലേക്ക് വൈറസ് കയറുന്നു. അപ്പം ഞാനായിരുന്നു അയാളുടെ പ്രൈമറി കോണ്ടാക്ട്. അപ്പം ഞാനിതറിയുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നു ഇതറിയാതെ ഞാൻ പോയി വേറൊരാളോട് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നിൽ നിന്നുണ്ടാകുന്ന സ്രവം അയാളിലേക്ക് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. സോ ഹീ ഈസ് എ സെക്കൻഡറി കോണ്ടാക്ട് പേഴ്സൺ. അപ്പം ഞാനാണ് പ്രൈമറി കോണ്ടാക്ട്. ഇനി ഞാൻ കാരണം വേറൊരാളിലേക്ക് അത് ഇൻഫെക്ഷൻ പോകുമ്പോൾ ദാറ്റ് ഈസ് സെക്കൻഡറി കോണ്ടാക്ട് എന്ന് പറയും. സോ പ്രൈമറി കോണ്ടാക്ട്. കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളിൽ നിന്നും ഇൻഫെക്ഷൻ എപ്പോഴാണ് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഇൻഫെക്ഷൻ എങ്ങനെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകാം, ഏത് ടൈമിലാണ്. ഇപ്പം ഞാൻ കോവിഡ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ ഉള്ളിൽ വൈറസ് കയറി കഴിഞ്ഞു ഒരു 5-ാമത്തെ ദിവസം മുതലായിരിക്കും സിംറ്റംസ് കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ 5-ാമത്തെ ദിവസം കഴിഞ്ഞ് എനിക്ക് സിംറ്റംസ് വരുന്ന ഒരു 10 days മാക്സിമം കുറച്ച് സിംറ്റംസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് 5 days. ഇപ്പം എനിക്ക് ഇന്ന് ഫസ്റ്റ് പനി വന്നു, അപ്പോൾ എൻ്റെ 5 ദിവസം ഈ ലക്ഷണം കണ്ടു തുടങ്ങുന്നതിന് മുമ്പും പിന്നെ എനിക്ക് ഈ ലക്ഷണം തുടങ്ങി 10 ദിവസം അത് കഴിഞ്ഞു. അതായത് അത് കഴിഞ്ഞ് 10 ദിവസം പനി വന്ന് ഒരു 10 ദിവസവുമാണ് ഈ ഇൻഫെക്ഷൻ മറ്റൊരാളിലേക്ക് എനിക്ക് പകർത്താൻ സാധ്യതയുള്ളൊരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതായത് 5 days നമ്മുടെ സിംറ്റംസ് ഈ ലക്ഷണം കണ്ടു തുടങ്ങുന്നതിന് മുമ്പും 10 ദിവസം ലക്ഷണം കണ്ടു തുടങ്ങിയതിന് ശേഷവും നമുക്ക് ഒരാളിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഒരു 15 days കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് പറയാൻ പറ്റും ഒരു 14 to 15 days ആണ് ഇതിൻ്റെ ഇൻഫെക്റ്റീവ് പീരീഡ് എന്ന് പറയാം. അതുകൊണ്ടാണ് 14 days ക്വാറന്റീനൊക്കെ നമ്മൾ എല്ലാവരിലും പറയുന്നത്. അത് കഴിഞ്ഞും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ 90% ചാൻസസും ഈ ഒരു ടൈമിൽ മാത്രമേ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഓവറോൾ നമുക്കൊരു 15 days പറയാൻ പറ്റും, 15 ദിവസം. അത് കഴിഞ്ഞാൽ മറ്റൊരാളിലേക്ക് പകർത്താനുള്ള സാധ്യത. COVID-19 കുറിച്ച് പിന്നെ പറയാനുള്ള ഒരു കാര്യമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് പല സർഫസിലൂടെയും, അതായത് നമ്മുടെ പേനയാകാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിക്കുന്ന പാത്രമാകാം, അല്ലെങ്കിൽ ഒരു തുണിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിലൂടെ ഒരു പ്രതലത്തിലൂടെ നമ്മുടെ ഹാൻഡ് ടച്ച് ചെയ്യുമ്പോൾ ആ വൈറസ് നമ്മുടെ കയ്യിൽ വരികയും പിന്നീട് നമ്മൾ ആ കൈ നേരെ മൂക്കിലേക്കോ കണ്ണിലേക്കോ വായിലേക്കോ കൊണ്ടുപോകുമ്പോൾ വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു വൈറസ് ഏതൊക്കെ പ്രതലങ്ങളിൽ ഏതൊക്കെ സർഫസുകളിൽ എത്ര സമയം നിലനിൽക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ അറിയുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഗ്ലാസ് വെയർ എന്ന് പറയുമ്പോൾ വെള്ളം കുടിക്കുന്നൊരു ഗ്ലാസ് ആകാം, അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസ് ആകാം, അല്ലെങ്കിൽ മിറേഴ്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ വിൻഡോസിൻ്റെ ഗ്ലാസ് ആകാം. അങ്ങനെയുള്ള സർഫസിൽ ഇതുണ്ടാകുന്നത് ഒരു 5 days ആയിരിക്കും. അതുപോലെ തന്നെയാണ് സെറാമിക്സ്, അതായത് സെറാമിക്സ് പോട്ട്, മഗ്, ജഗ് ഇതുപോലുള്ളതിലും 5 days ആയിരിക്കും. പിന്നെ വരുന്ന പേപ്പർ ഐറ്റംസ്, അതായത് മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ്, അങ്ങനെയുള്ള ഐറ്റംസിലും ഇതൊരു 5 days ഉണ്ടാകും. എന്നാൽ നല്ല കട്ടിയുള്ള വുഡൻ ബോർഡ്സ് ആണെങ്കിൽ അവിടെ ഒരു 1 days മാത്രമേ ഇത് നിലനിൽക്കുന്നുള്ളൂ. പിന്നെ വരുന്നതാണ് വുഡൻ ഫർണിച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മേശ, കസേര, അങ്ങനെയുള്ള പല ഫർണിച്ചറുകളിലും ഇതൊരു 4 ദിവസം തങ്ങി നിൽക്കും. പിന്നെ പറയേണ്ടതാണ് പ്ലാസ്റ്റിക് ഐറ്റംസ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പ്ലാസ്റ്റിക് ആയിട്ടുള്ള ജഗ്സ് എന്തും ആകാം, അതിലും ഇത് നിലനിൽക്കുന്നത് ഒരു 2 to 3 days ആയിരിക്കും. അതുപോലെ സ്റ്റീൽ ഐറ്റംസ്, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന യൂട്ടൻസിൽസ്, പാത്രങ്ങൾ, സ്റ്റീലായിട്ടുള്ള എന്ത് കാര്യങ്ങളും അതിലും ഒരു 2 to 3 days ആയിരിക്കും ഈ വൈറസ് അതിൽ നിലനിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. പിന്നെ ചെയ്യുന്നതാണ് അലുമിനിയത്തിൽ ഒരു 4 to 8 hours മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അലുമിനിയം ഒബ്ജക്ട്സിൽ, അതായത് അലുമിനിയം കൊണ്ടുണ്ടാക്കിയ പോട്ട്സ് ആകാം, അലുമിനിയം യൂട്ടൻസിൽസ്, പാത്രങ്ങളാകാം, എന്തും
അതുപോലെ പിന്നെ പറയേണ്ടതാണ് കോപ്പർ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ ഇത് നിലനിൽക്കുന്നത് ഓൺലി 4 to 5 hours മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് സ്റ്റീൽ പാത്രങ്ങൾ, സ്റ്റീൽ ഐറ്റംസിൽ ഒരു 2 to 3 days നിലനിൽക്കും. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടൈം കഴിഞ്ഞാൽ ആ വൈറസ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ വൈറസ് പല സർഫസിലും പല ടൈമിലുമാണ് കാണുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു മെയിൻ കാരണം ചിലപ്പോൾ ഇപ്പം നമ്മുടെ എത്രത്തോളം നമ്മുടെ ഹ്യൂമിഡിറ്റി ഉണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എൻവയോൺമെൻറ്റിൽ എത്ര ഹ്യൂമിഡാണ്, അതുപോലെ തന്നെ എത്രത്തോളം ടെമ്പറേച്ചർ, ഈ 2 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം ഈ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ എത്ര ടൈം ഡ്യൂറേഷനിൽ ഇത് നിലനിൽക്കുമെന്ന് മനസ്സിലാക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സോപ്പ് യൂസ് ചെയ്താൽ ഈ വൈറസ് നശിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഹീറ്റ്, അതായത് ഒരുപാട് ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് ഇതിനെ നശിപ്പിക്കാനുള്ള കഴിവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് കൂടുമ്പോൾ, അതായത് ചൂടുള്ള സർഫസ് ആണ് എങ്കിൽ ഈ വൈറസ് ഇപ്പം നോർമൽ നിലനിൽക്കുന്ന സമയത്തേക്കാളും കുറച്ച് സമയമാണ്. ഇനി COVID-19 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ എവിടെ ചെന്നാലും ആദ്യം ചെയ്യുന്നതാണ് തെർമൽ സ്കാനിങ്, അതായത് ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ, അതായത് ഫീവർ ആണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. അതായത് ഒരു 80% കേസസിലും ഫീവർ ഉണ്ടായിരിക്കും. 20% നമുക്ക് പറയാൻ പറ്റില്ല, ഫീവർ ഇല്ലാതെയും വരാറുണ്ട്. അപ്പോൾ 80% സിംറ്റം എന്ന് പറയുന്നത് ഫീവറാണ്. പിന്നെ അതുപോലെ വരുന്നൊരു സിംറ്റമാണ് ഡ്രൈ കഫ്, വരണ്ട ചുമ. പിന്നെ വരുന്നത് ഭയങ്കര ക്ഷീണമായിരിക്കും. ഈ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളിന് ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ അതുപോലെ തൊണ്ടവേദന, പിന്നെ കുറച്ചുകൂടെ നാൾ കഴിയുമ്പോൾ ശ്വാസം മുട്ടൽ, അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ സിംറ്റംസ് ഉണ്ടാകുന്നത് തന്നെ, ഈ പ്രധാനപ്പെട്ട സിംറ്റംസ് ഉണ്ടാകുന്നത് വൈറസ് നമ്മുടെ ഉള്ളിൽ കയറി ഒരു 5ാമത്തെ ദിവസം ആകുമ്പോഴായിരിക്കും നമുക്ക് സിംറ്റംസ് കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം കാണുന്ന സിംറ്റംസ് ഇതൊക്കെയായിരിക്കും. പിന്നെ ചില ആളുകൾ വൊമിറ്റിംഗ്, ഛർദ്ദിക്കാൻ തോന്നുക, അല്ലെങ്കിൽ ഛർദ്ദിലുണ്ടാകുക, അതുപോലെ തൊണ്ടയ്ക്ക് ഒരു വേദന, പിന്നെ ചില ആളുകൾ കൺഫ്യൂഷൻ, പിന്നെ ഫീവർ വന്നിട്ട് പിന്നെ ഷിവറിങ്ങിലേക്ക് പോവുക, അങ്ങനെ പിന്നെ ചില ആളുകളിൽ ടേസ്റ്റ് ഇല്ലാതിരിക്കുക, സ്മെല്ല് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം തന്നെ ഈ COVID-19 കാണുന്നുണ്ട്. ഇപ്പം ലക്ഷണങ്ങളുണ്ട് എന്ന് കരുതി ഒരാൾ COVID-19 സസ്പെക്റ്റഡ് ആണെന്നോ അല്ലെങ്കിൽ COVID-19 പോസിറ്റീവ് ആണെന്നോ നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല. ഇതേ സിംറ്റംസുമായിട്ട് പല രോഗങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരിക്കലും ഇതിൻ്റെ മാത്രം ലക്ഷണങ്ങളായിട്ട് കാണാൻ കഴിയില്ല. എപ്പോഴും നമ്മൾ ലക്ഷണങ്ങൾ കാണുമ്പോൾ അയാൾ എപ്പോഴെങ്കിലും ഒരു 14 ദിവസത്തിനകം ഈ ലക്ഷണങ്ങൾ ഉണ്ടായി 14 ദിവസത്തിനകം മുമ്പ് ഏതെങ്കിലും ഒരു രീതിയിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ടായിരിക്കണം ബാക്കി ടെസ്റ്റുകളിലേക്ക് പോകേണ്ടത്. ഇനി COVID-19 വന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് 2 ടെസ്റ്റുകളാണ്, 3 ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് RT-PCR, അതായത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് നമ്മുടെ പോസിറ്റീവായിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ സ്രവങ്ങളാണ്, അതായത് മൂക്കിൽ നിന്നോ തൊണ്ടയിൽ നിന്നോ ഉള്ള സ്രവങ്ങൾ ഒരു സ്വാബ്, അതായത് നമ്മുടെ ഇയർ ബഡ്സ് പോലെ ഇരിക്കുന്ന കുറച്ചുകൂടെ നീളത്തിലുള്ള ഒരു ബഡ്സ് പോലുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് നമ്മുടെ മൂക്കിൽ നിന്നും സ്രവം എടുക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും മൂക്കിൽ നിന്നാണ് ഈ സ്രവം എടുക്കേണ്ടത്. പിന്നെ ചിലരിൽ ത്രോട്ടിൽ നിന്നും എടുക്കുന്നുണ്ട്. മോസ്റ്റ് എഫക്റ്റീവ് നമുക്ക് പോസിറ്റീവ് കൺഫേം, അതായത് റിസൾട്ട് പോസിറ്റീവ് വരുന്നത് കൂടുതലും നോസിൽ നിന്ന് എടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തത് നോസിൽ നിന്നും ത്രോട്ടിൽ നിന്നും എടുക്കുകയാണ് എങ്കിൽ കുറച്ചുകൂടെ അത് പോസിറ്റീവ് ആണ് എങ്കിൽ അത് പോസിറ്റീവ് ആണെന്ന് അറിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്രവങ്ങൾ എടുത്ത് പരിശോധിക്കുന്നത്. PCR ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇപ്പം നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് ഈ RT-PCR ചെയ്യുന്ന ടെസ്റ്റിലൂടെയാണ്. ഈ RT-PCR ഇപ്പോൾ ഇന്ന് എൻ്റെ ഉള്ളിൽ വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്താലും അത് പോസിറ്റീവ് ആണെങ്കിൽ അറിയാൻ പറ്റും. എന്നാൽ മറ്റ് ചില ടെസ്റ്റുകളിൽ അങ്ങനെ ചെയ്യാൻ കിട്ടണമെന്നില്ല. അപ്പോൾ അതാണ് പലരും ഇന്നത്തെ നമ്മുടെ സിനാരിയോയിൽ കണ്ടുവരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ളവർ വരുമ്പോൾ അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, അത് വേറൊരു രീതിയിലുള്ള ടെസ്റ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ വന്ന് നമ്മൾ PCR ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആകാം, അങ്ങനെയൊക്കെയുള്ള കേസുകളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ RT-PCR ചെയ്യുമ്പോൾ
നമ്മൾ എപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്താലും വൈറസ് നമ്മുടെ ഉള്ളിലുണ്ടോ, അത് ഇന്നാണോ കയറിയത്, 10 ഡേയ്സ് കഴിഞ്ഞോ 14 ഡേയ്സ് കഴിഞ്ഞോ, അതൊരു മാറ്ററേ അല്ല. സിംറ്റംസ് വന്നോ ഇല്ലയോ എന്നുള്ളതും ഒരു വിഷയമല്ല. സിംറ്റംസ് വന്നില്ല എങ്കിലും ഒരാൾ സസ്പെക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു കോവിഡ് പേഷ്യൻറ്റുമായിട്ട് അയാൾ ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ RT-PCR ടെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ അയാളുടെ വൈറസ് ഉള്ളിലുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ പോസിറ്റീവ് നമുക്ക് കാണാൻ പറ്റും. അപ്പം നേസൽ സ്വാബും ത്രോട്ട് സ്വാബുമാണ് നമ്മളിവിടെ കളക്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറയും, റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ്. ഈ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, പെട്ടെന്നാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അതായത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാട്രിഡ്ജ് പോലുള്ള ഒരു കാട്രിഡ്ജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആൻറ്റിബോഡീസ് ഡിറ്റക്ഷനാണ് നടക്കുന്നത്. 2 ടൈപ്പ് ഓഫ് ആൻറ്റിബോഡീസാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. IgM ആൻഡ് IgG ആൻറ്റിബോഡീസാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്നാണ് എൻ്റെ ഉള്ളിൽ വൈറസ് കയറിയത് എങ്കിൽ ഒരിക്കലും ഞാൻ ഈ ടെസ്റ്റ് ചെയ്താൽ എനിക്ക് കാണാൻ കഴിയില്ല. കാരണം ഒരു വൈറസ് കയറി അത് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് അത് നമുക്കറിയാൻ പറ്റണമെങ്കിൽ, അതൊരു ബ്ലഡിൽ അറിയാൻ പറ്റണമെങ്കിൽ അതൊരു 7 ഡേയ്സ് കഴിഞ്ഞാൽ മാത്രമേ IgM ആൻറ്റിബോഡി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതും IgG ആൻറ്റിബോഡി ആണെങ്കിൽ ഒരു 14 ഡേയ്സ് കഴിയണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അതൊരു പെർഫെക്റ്റ് മെത്തേഡായിട്ട് നമുക്ക് റാപ്പിഡ് ടെസ്റ്റിനെ പറയാൻ പറ്റില്ല. അതുപോലെ ഇപ്പോൾ ഒരാളുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ IgM പോസിറ്റീവ് ആണ് എങ്കിൽ അയാളുടെ അർത്ഥം അയാൾ ഇൻഫെക്റ്റഡ് ആയി ഒരു 1 വീക്ക് കഴിഞ്ഞു, 7 ഡേയ്സ് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ IgG പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാളുടെ ഇൻഫെക്ഷൻ വന്ന് ഒരു 14 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആ ടൈമിൽ മാത്രമേ IgG ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ടെസ്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ബ്ലഡാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫിംഗർ ഏതെങ്കിലും പ്രിക്ക് ചെയ്തിട്ട്, നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രിക്ക് ചെയ്യില്ല, അതുപോലെ ഫിംഗർ പ്രിക്ക് ചെയ്തിട്ട് കുറച്ച് ബ്ലഡ് എടുത്ത് നമ്മൾ ആ കാട്രിഡ്ജിൽ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാട്രിഡ്ജ് അതിൽ 2 കാര്യങ്ങൾ, IgMനൊരു സൈഡ് ഒരു ലൈൻ ഉണ്ടാകും, IgGക്ക് ഒരു ലൈൻ ഉണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ ബ്ലഡ് ഡ്രോപ്പ് വെക്കുമ്പോൾ IgMലാണ് വരുന്നതെങ്കിൽ IgM പോസിറ്റീവ്, മറ്റു ചിലപ്പോൾ IgG ആയിരിക്കും പോസിറ്റീവ്. കാരണം IgM 7 ഡേയ്സ് കഴിഞ്ഞ് വന്നു, അത് ചിലപ്പോൾ അത് നമ്മുടെ ബ്ലഡിൽ നിന്ന് പോയിട്ടുണ്ടാകാം. IgG ആണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് 40 ഡേയ്സ് കഴിഞ്ഞു, അപ്പോൾ IgG മാത്രമേ ഉള്ളൂ. ചിലരിൽ 2ഉം പോസിറ്റീവായിട്ട്, 2ഉം ഒരു റെഡ് ലൈനായിട്ട് കാണിക്കും. അപ്പോൾ അതിനർത്ഥം 2ഉം ഇപ്പോൾ ഉണ്ട്, അയാൾ ഒരു 14 ഡേയ്സ് ആകുന്നതേ ഉള്ളൂ അയാൾ ഇൻഫെക്റ്റഡ് ആയിട്ട് എന്നുള്ള കാര്യം. ടെസ്റ്റാണ് ട്രൂനാറ്റ് ടെസ്റ്റ് എന്ന് പറയും. ഈ ഒരു ടെസ്റ്റും PCR ചെയ്യുന്ന RT-PCR ചെയ്യുന്ന അതുപോലെ തന്നെയാണ്, അതുപോലെ ഒരു ആക്യുറസി ഉള്ളതാണ്. പക്ഷേ കമ്പയർഡ് ടു നമ്മൾ RT-PCR ചെയ്യുന്നതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ചീപ്പായിട്ടുള്ള, എത്ര എക്സ്പെൻസീവ് അല്ല. അതുപോലെ ഇതും ഒരു മെഷീൻ വെച്ച് യൂസ് ചെയ്താണ് നമ്മൾ RT-PCRും ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രൂനാറ്റും അങ്ങനെയാണ് ഈ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, പിന്നെ ഇത് ഇന്ത്യൻ കമ്പനി, ഒരു ഗോവൻ കമ്പനിയാണിത് പ്രൊഡ്യൂസ് ചെയ്ത്, അവിടെ ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും നമ്മൾ ത്രോട്ട് സ്വാബ് അല്ലെങ്കിൽ നേസൽ സ്വാബ് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വാബ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സെക്രീഷൻസ് സ്രവം എടുക്കുമ്പോൾ നോസിൽ നിന്നും തൊണ്ടയിൽ നിന്നും എടുക്കുന്നു എന്ന് പറയും. അപ്പോൾ മൂക്കിൽ നിന്ന് എടുക്കുന്ന സ്രവങ്ങളാണ് എങ്കിൽ ഒരു 3 പേരിൽ, അതായത് 2/3 ഓഫ് കേസ് മാത്രമേ നമുക്ക് അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് 100% ഇപ്പോൾ നമ്മൾ മൂക്കിൽ നിന്ന് സ്രവം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റണമെന്നില്ല. അതായത് ഒരു 2-3 കേസ്, 2/3 കേസ് മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്നാൽ അത് ത്രോട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 1/3 കേസസ് മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതായത് ഏറ്റവും ഇതിലെ ടോപ്പ്, അതായത് ഒരു 95-99% കൺഫേം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലങ്സിൽ നിന്നും, നമ്മുടെ ലങ്സിലുള്ള സെക്രീഷൻസ്, നമ്മുടെ ശ്വാസകോശത്തിലുള്ള സെക്രീഷൻസ് ഡയറക്റ്റ് എടുത്ത്, അതിപ്പോൾ നമ്മൾ വെന്റിലേറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ET ട്യൂബൊക്കെ ഇട്ടിരിക്കുന്ന പേഷ്യൻസ് അങ്ങനെ നമ്മളെടുത്ത് നമ്മൾ സെക്രീഷൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് 100% ഷുവർട്ടി കിട്ടുന്നത്. അപ്പോൾ അല്ലാതെ നമ്മളിപ്പം ത്രോട്ടിൽ നിന്നോ നോസിൽ നിന്നോ എടുക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നോസിൽ നിന്നാണ് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. 2/3 കേസസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ത്രോട്ടിൽ നിന്നാണെങ്കിൽ 1/3 കേസസ് ആയിരിക്കും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആരിലാണ് സംശയിക്കേണ്ടത്, ഇയാൾ നമുക്ക് COVID-19 ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുന്ന കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ ഈ COVID-19 ഉള്ള ഒരു പേഷ്യൻറ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വന്നു, അതായത് നേരിട്ട് സംസാരിച്ചു എന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ടും ഒരു സസ്പെക്റ്റഡ് കേസാണ്. അതുപോലെ ഒരാൾ ഈ COVID-19 പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ
സ്രവങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാളും ഒരു സസ്പെക്റ്റഡ് പേഷ്യൻ്റ് ആണ്. അത് മാത്രമല്ല ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ആകാം, ചിലപ്പോൾ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ടാകാം അയാളുമായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാളും ഒരു സസ്പെക്റ്റഡ് കേസായിട്ട് നമുക്ക് പറയാം. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഈ COVID-19 കേസസ് ഉള്ള ഒരു രാജ്യമാകാം, ഒരു സ്ഥലമാകാം, അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കണ്ടെയ്ൻമെൻറ്റ് സോണിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാളെയും നമുക്ക് സസ്പെക്റ്റഡ് കേസായിട്ട് പറയാം. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഈ COVID-19 പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് അയാൾ എന്തെങ്കിലും ട്രീറ്റ് ചെയ്യാനോ ട്രീറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ അയാൾ വേറെ ഏതെങ്കിലും പർപ്പസിനോ വേണ്ടി അങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അയാളെയും നമുക്കൊരു സസ്പെക്റ്റഡ് കേസായിട്ട് പറയാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെയാണ് സസ്പെക്റ്റഡ് കേസായിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഫ്ലൈറ്റിൽ ഒരാൾ യാത്ര ചെയ്തു. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് ആയി എന്ന് കരുതി ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത എല്ലാവർക്കും അത് വരണം എന്നില്ല. മെയിനായിട്ട് വരാൻ ചാൻസസ് ഉള്ളത് അയാളുടെ റോയിൽ നിന്ന്, അയാൾ ഇരുന്ന റോയിൽ നിന്ന് ഒരു 3 സീറ്റ്സ് ബാക്കിലേക്കും 3 സീറ്റ്സ് ഫ്രണ്ടിലേക്കും ഇങ്ങനെ ഒരു ലെവലിലായിരിക്കാം സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നത്. ഫ്ലൈറ്റിൽ ഒരാൾ യാത്ര ചെയ്തു. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് ആയി എന്ന് കരുതി ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത എല്ലാവർക്കും അത് വരണം എന്നില്ല. മെയിനായിട്ട് വരാൻ ചാൻസസ് ഉള്ളത് അയാളുടെ റോയിൽ നിന്ന്, അയാൾ ഇരുന്ന റോയിൽ നിന്ന് ഒരു 3 സീറ്റ്സ് ബാക്കിലേക്കും 3 സീറ്റ്സ് ഫ്രണ്ടിലേക്കും ഇങ്ങനെ ഒരു ലെവലിലായിരിക്കാം സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നത്. അപ്പോൾ അവരെ നമുക്കൊരു സസ്പെക്റ്റഡ് കേസസ് ആയിട്ട്. എന്നാൽ കോംപ്ലിക്കേഷൻസ് ആരിലൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഡെത്ത് ഏറ്റവും കൂടുതൽ ആർക്കും ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത് കൂടുതൽ സങ്കീർണമാകുന്നത് ആരിലൊക്കെയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾഡ് ഏജ് പേഷ്യൻസ്, എസ്പെഷ്യലി എബവ് 60 ഇയേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെങ്കിലും കേരള ആണെങ്കിലും ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഓൾഡ് ഏജ് പീപ്പിൾ പുറത്തിറങ്ങരുത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് അതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ പിന്നെ ഡയബറ്റിക് പേഷ്യൻസ്, ഹൈപ്പർ ടെൻഷൻ, പ്രഷറുള്ള രോഗികൾ, ഷുഗറുള്ള രോഗികൾ, അതുപോലെ ഹൃദയത്തിന് അസുഖമുള്ള രോഗികൾ, അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവർ, ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ആസ്മയുണ്ട്, അല്ലെങ്കിൽ ലങ് ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ വേറെ പല രീതിയിലുള്ള ക്യാൻസറുകൾ ഉള്ളവർ. അപ്പോൾ ഇവരിലൊക്കെ COVID-19 വരികയാണ് എങ്കിൽ കൂടുതൽ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽപ്പെട്ട ആളുകൾ ഉറപ്പായിട്ടും വീടിനുള്ളിൽ തന്നെ കഴിയണം, മാക്സിമം പുറത്തു പോകാതെ സൂക്ഷിക്കണം എന്ന് പറയും. ഒരു ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് പെർഫെക്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് പറയുന്നില്ല. എങ്കിലും ഒരാൾ കോവിഡ് പോസിറ്റീവ് ആയി, ഇൻഫെക്ഷൻ ആയി എങ്കിൽ അയാളെ ചികിത്സിക്കാനുള്ള മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. അതായത് അയാളുടെ സിംറ്റംസ് അനുസരിച്ച് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അതിനിപ്പോൾ H1N1 പോലുള്ള ഇൻഫെക്ഷന് കൊടുക്കുന്ന മെഡിസിൻസ്, അല്ലെങ്കിൽ HIV പോലുള്ള വൈറൽ ഇൻഫെക്ഷന് കൊടുക്കുന്ന മെഡിസിൻസ് ആണ് കൂടുതലും യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് പിന്നെ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടെക്നിക്ക് പറയുകയാണെങ്കിൽ പ്ലാസ്മ തെറാപ്പി എന്ന് പറയാം. അതായത് ഇപ്പം രോഗമുള്ള ഒരാൾ രോഗമുക്തിയായി എന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ ബ്ലഡ് എടുത്ത് അതിൽ പ്ലാസ്മ മാത്രം സെപ്പറേറ്റ് ചെയ്ത് അത് നമ്മൾ വേറൊരാളിലേക്ക് ഇഞ്ചക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലുള്ള ആൻറ്റിബോഡീസ് അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാസ്മ തെറാപ്പി ഇതിലൂടെയൊക്കെ നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറെ രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെം സെൽ തെറാപ്പി അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ പുറം രാജ്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത്രത്തോളം ഒന്നും ഇനി നമ്മൾ COVID-19 കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് പ്രിവെൻഷൻ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് ഒരു രോഗം വരുന്നതിനേക്കാളും, പ്രത്യേകിച്ച് COVID-19 പോലുള്ള ഒരു വലിയൊരു പാൻഡമിക് ഇൻഫെക്ഷൻ വരുന്നതിനേക്കാളും അത് എങ്ങനെ വരാതെ തടയാം എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി ഇപ്പം നമ്മുടെ ഗവൺമെൻറ് തന്നെ ലോക്ക്ഡൗൺ പോലുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗണിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുക. അതായത് മിനിമം 1 മീറ്റർ, അതായത് 3 ഫീറ്റ് ഡിസ്റ്റൻസ് ഇട്ടെങ്കിലും ഒരാളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷന് വരികയാണെങ്കിൽ നമ്മൾ നിൽക്കുക. മാക്സിമം 3 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും ഇടുക. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ മാക്സിമം വീട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുക. അത്രയും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തു പോവുക. മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ഹാൻഡ്സ് നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് എത്രത്തോളം നമുക്ക് സോപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ വൈറസ് എന്ന് പറയുന്നത് അതിനൊരു
ഒരു ലിപ്പിഡ് കോട്ടാണ് വരുന്നത്. ഈ ലിപ്പിഡ് കോട്ടിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നത് സോപ്പിനാണ് ഏറ്റവും കൂടുതൽ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകുന്ന ഒരു എഫക്റ്റ് എത്ര സാനിറ്റൈസർ യൂസ് ചെയ്താലും കിട്ടില്ല. അപ്പോൾ മാക്സിമം ഇപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ഒരു കോൺടാക്റ്റ് വരുമ്പോൾ എപ്പോഴും നമുക്ക് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പറ്റണമെന്നില്ല. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു കോൺടാക്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ ഉറപ്പായിട്ടും സോപ്പും വെള്ളവും തന്നെ ഉപയോഗിച്ച് കഴുകാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ നമ്മൾ അത് പറ്റാത്ത സാഹചര്യങ്ങളിൽ സാനിറ്റൈസർ ഉപയോഗിക്കുക. സാനിറ്റൈസർ എന്ന് പറയുമ്പോൾ ഒരു മാക്സിമം 60% ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോളുള്ള സാനിറ്റൈസേഴ്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്രൗഡഡ് പ്ലേസസ്, അതായത് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക മാക്സിമം. പിന്നെ നമ്മൾ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കുമ്പോഴോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുക. അല്ല എങ്കിൽ നമ്മുടെ എൽബോയിലായിരിക്കണം നമ്മൾ തുമ്മുകയോ, തുമ്മുമ്പോൾ നമ്മുടെ മൂക്ക് അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ നമ്മുടെ വായ ഈ നമ്മുടെ എൽബോയിലേക്ക് പ്രസ് ചെയ്യുക. ഇങ്ങനെ പോയി ഇത് ഇവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുക. പിന്നെ പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പലരും മാസ്ക് ധരിക്കുന്നത് പോലീസിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പേടിച്ചിട്ടാവാം. പക്ഷെ നമ്മൾ തന്നെ മാസ്ക് എപ്പോഴും നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൻ്റെ തന്നെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റാൻ എപ്പോഴും ശ്രമിക്കുക. ഈ ഒരു സാനിറ്റൈസർ ആയാലും അല്ലെങ്കിൽ ഒരു ഹാൻഡ് വാഷിംഗ് ആയാലും, ഹാൻഡ് വാഷിംഗ് ഫോർ 20 സെക്കൻഡ്സ് നമ്മൾ മാക്സിമം നന്നായിട്ട് എല്ലാ സർഫസും കവർ ചെയ്യുന്ന രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക. പലരും പല വീഡിയോസും ഹാൻഡ് വാഷിനെ കുറിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഹാൻഡ് വാഷിംഗ്, അതുപോലെ പ്രോപ്പർ യൂസ് ഓഫ് സാനിറ്റൈസർ, അതുപോലെ തന്നെ വെയറിംഗ് മാസ്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ശ്രമിക്കുക. അത് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. താടിയിലിടുക അല്ലെങ്കിൽ പൊക്കി വെക്കുക, മൂക്ക് കവർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ചെവിയിൽ തൂക്കിയിട്ട് കിടക്കുക. ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള പ്രാക്ടീസസും ചെയ്യരുത്. പ്രോപ്പറായിട്ട് അതെങ്ങനെയാണോ ചെയ്യേണ്ടത് അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ മാസ്ക് എങ്ങനെ യൂസ് ചെയ്യണം അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒരുപാട് കൂടുതൽ ഡീപ്പായിട്ട് കുറേ കാര്യങ്ങൾ, അതാണല്ലോ ഇതിൻ്റെ COVID-19 നമുക്ക് ഒരു പൊതുജനങ്ങൾക്ക്, ഒരു സൊസൈറ്റിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയത്, എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ നമുക്കതിനെ തടയാൻ വരാതെ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഞാൻ എന്തായാലും കുറച്ചുകൂടെ ഇലാബറേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന്